എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കാം, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അവൽ നനച്ചതാണ്. അവൽ നനച്ചത് നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറിലുള്ള അവലാണ്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവലാണെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 കൈപ്പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ ഫ്രഷായിട്ട് ചിരകിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മാക്സിമം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവലൊക്കെ ചെറുതായിട്ടൊന്ന് വെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ശർക്കര പാനിയാക്കിയതാണ് ചേർക്കുന്നത്. നിങ്ങൾ ശർക്കര ചീകിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ ചില സമയത്ത് ഈ ശർക്കരയിൽ ചില കല്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാനിയാക്കി ഫ്രിഡ്ജിലെടുത്ത് എപ്പോഴും വയ്ക്കാറുണ്ട്. അപ്പോൾ ആവശ്യ സമയത്തിന് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മുഴുവനും ശർക്കരപ്പാനിയും ചേർത്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അവലൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ, അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നതാണ് തേങ്ങാപ്പാൽ. സാധാരണ നമ്മൾ ചെറിയ ചൂടുള്ള അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാൽ, പശുപാലാണ് ചേർക്കാറ്. നമ്മൾ തേങ്ങാപ്പാലിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുക. ഒരു 1/4 കപ്പേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ ചേർക്കുന്നില്ല, 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മധുരവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് നല്ല കുതിർന്ന് നല്ലൊരു പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവലൊക്കെ ഇവിടെ നന്നായിട്ട് ഒന്ന് വെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്